ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ്, അതായത് ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കമൻറ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമുക്കതിൽ കമൻറ്റിംഗ് സെക്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയൽ നിർബന്ധമാണ്. അതല്ല, നമ്മളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലോ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തു, അത് വേറൊരാൾക്ക് നമ്മുടെ പ്രൊജക്റ്റ് വായിക്കുമ്പോൾ അതിലെ ഓരോ കാര്യങ്ങളും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒരു കമൻറ്റിലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഉള്ളിൽ എന്താണ് പറയുന്നത് അത് വേറൊരാൾ, അതായത് നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ അവർക്ക് ആ കോഡ് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ എറർ വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കമൻറ്റ് പഠിക്കാം. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമൻറ്റ് വരുന്നുണ്ട്. പൈത്തണിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമൻ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് വേർഡിൻ്റെ മുമ്പിൽ ഒരു ഹാഷ് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ HTML ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ജാങ്കോയിലെ ടെംപ്ലേറ്റ്സ് കമൻറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സിമ്പിളായിട്ടൊരു കമൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വന്ന് ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു വേർഡ് കൂടി ഞാൻ ഇതേപോലെ തന്നെ എഴുതി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജാങ്കോ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാങ്കോ. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മാറ്റങ്ങളൊന്നും വരില്ല. ഒന്ന് വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്നുണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ താഴെ വെൽക്കം ടു ജാങ്കോ എന്നും ഉണ്ടാവും. സ്ക്രീനിലൊന്നും ചെറുതാക്കാം. വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്നും അതേപോലെ വെൽക്കം ടു ജാങ്കോ എന്നും നമുക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ആ വെൽക്കം ടു ജാങ്കോ എന്ന ഭാഗം നമുക്കൊരു കമൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇതിൻ്റെ മുകളിലൊരു കേളി ബ്രേസസ് ഇടുക, എന്നിട്ടൊരു %സിമ്പൽ ഇടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കമൻറ്റ് എന്ന കീവേഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഈ % വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി ഏത് വരെയാണോ നമുക്ക് കമൻറ്റ് വേണ്ടത് അവിടെ വന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ % ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് എൻഡ് കമൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ % ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ വെൽക്കം ടു ജാങ്കോ എന്ന ഭാഗം ഇപ്പോൾ ഒരു കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ആ വെൽക്കം ടു ജാങ്കോ എന്നുള്ളത് നമുക്കിവിടെ റൺ ചെയ്ത് വരില്ല. കാരണം അത് നമ്മൾ എന്തിലാണ്, ഒരു കമൻറ്റിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാത്രം കൊടുത്താൽ നമുക്കതുകൊണ്ടൊരു ഉപയോഗമൊന്നുമില്ല. നമുക്ക് എന്താണോ നമ്മൾ ആ കമൻറ്റിൻ്റെ ഉള്ളിൽ എഴുതിക്കണേ, എന്തുകൊണ്ടാണ് അത് കമൻ്റ് ആക്കി എന്നുള്ളത് നമുക്കൊരു മെസ്സേജ് ആയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ കൊട്ടേഷനോ അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷനോ ഇട്ടിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് എ അൺവാണ്ടഡ് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺവാണ്ടഡ് ടെക്സ്റ്റ് എന്ന് ചേർത്തു. അപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് ഡബിൾ കൊട്ടേഷന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്ക് എന്തിനാണോ ഇത് കമൻ്റ് ആക്കി വെച്ചത് എന്നുള്ളത് അവർക്ക് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യും, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരില്ല. എന്നാൽ ഇത് കമൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇന്ന കാര്യത്തിന് വേണ്ടി കമൻറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെസ്സേജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസുകളൊക്കെ കമൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കമൻറ്റിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്, ഡിലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ ഭാഗവും ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ജാങ്കോ എന്നുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല, രണ്ടും ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ ജാങ്കോ എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഹാഷ് ഇടുക. അതിനുശേഷം ഇവിടെ വന്ന് വീണ്ടും ഈ ജാങ്കോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് വീണ്ടും ഇവിടെ ഒരു ഹാഷ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ജാങ്കോ എന്നുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ കമൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, വൺ മിസ്റ്റേക്ക്. ഓക്കെ,
അപ്പോൾ ആ ജാങ്കോ എന്നുള്ളത് ആ സ്പേസിൻ്റെ പ്രോബ്ലം ആയിരുന്നു. ആ ജാങ്കോ എന്നുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കമൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ 3 വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്, എങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ കമൻറ്റ് എഴുതുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞങ്ങളോട് കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഓൺലൈൻ സൈറ്റ് ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ റൺ ചെയ്ത് വരികയാണ്. കൂടുതൽ ഡെവലപ്മെൻ്റ് ഒക്കെ തുടർന്ന് വരുന്ന നാളുകളിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഇവിടെ വന്ന് edu.zoomix.info എന്ന സൈറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ ഞങ്ങളെ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു തുടക്കത്തിലുള്ള സൈറ്റാണ്. ഇതിൽ കൂടുതൽ കണ്ടൻറ്റുകളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ 2 വീഡിയോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫീസ് മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള 2 വീഡിയോ ആണ്. ഇതിൽ ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ എക്സൽ ഉണ്ട്, അതേപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഉള്ളിൽ ജാങ്കോ ഉണ്ട്, അതേപോലെ ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് MS വേർഡ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കറൻ്റിലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നേരെ എന്ത് ചെയ്യും, നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ വീഡിയോസും നമുക്കിവിടെ കാണിക്കും. അത് എത്ര സ്റ്റുഡൻറ്റ് ഇതിൽ കറൻ്റിലി ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും എത്ര ലെസൺസ് ഉണ്ടെന്നും എത്ര ഡ്യൂറേഷൻ എടുക്കുമെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ലോഗിൻ ചെയ്യേണ്ട ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്തെടുക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാനിവിടെ വന്ന് ലോഗിൻ, അതായത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ വെച്ചിട്ടില്ല. നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു യൂസർ ID ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ MS വേർഡ് അതേപോലെ MS വേർഡ് ഉണ്ട്, അതേപോലെ എക്സൽ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിലവിൽ ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏത് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ വീഡിയോസുകളൊക്കെ ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ ആഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷനും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവരും ആ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിലവിൽ ഇതിലുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.